അപ്പോൾ ഗോവയിൽ നമ്മളത്തെ സെക്കൻഡ് ഡേ എന്ന് പറയാൻ പറ്റൂലല്ലേ. അപ്പോൾ എല്ലാവരും ബാൽക്കണി ഇരിക്കും. ബാൽക്കണി ധ്യാനൊരു സംഭവം ഉണ്ടായില്ല. ഞാനൊരു സംഭവം ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. തിരിഞ്ഞാണ് ധ്യാനു ടീഷർട്ട് നോക്കട്ടെ. ഐ ലവ് ഗോവ ടീഷർട്ട് വാങ്ങിക്കാൻ കാരണം എന്താണ്? ധ്യാനൊരു ഡ്രസ്സല്ല, നമ്മൾ മെയ് മഡ്ഗോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത്. പിന്നെ വേറെ ലോക്കൽ ട്രെയിനാണ് ഇങ്ങോട്ട് വന്നത്. ആ ട്രെയിനകത്ത് വെച്ചിട്ട് മറന്നുപോയി, എടുത്തില്ല. ഡാൻസിൻ്റെ എല്ലാ ഡ്രസ്സും പോയി, അണ്ടർവെയർ ഉൾപ്പെടെ എല്ലാം പോയി. അതിനകത്തായിരുന്നു അവൻ്റെ എല്ലാ ഐറ്റംസും. പിന്നെ നമ്മൾ ഇവിടെ വന്നിട്ട് ജോലി ഡ്രസ്സ് വാങ്ങിയിട്ട് ഭയങ്കര വിലയായിട്ട് ഇവിടെ ഡ്രസ്സ് ഒന്നും അടുക്കാൻ പറ്റത്തില്ല. അതെല്ലാം പോയി. അപ്പോൾ നല്ല മഴയുണ്ട്. കുറേ ഹർഭജൻ സിംഗ് ആൾക്കാർ നിൽക്കുന്നുണ്ടോ. അവരിന്ന് പാക്കപ്പ് ചെയ്ത് പോവുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇന്നലെ ഇറങ്ങിയ സ്വിമ്മിങ് പൂള്, നല്ല വലിയ ഹോട്ടലും നല്ല സെറ്റപ്പൊക്കെയാണ്. 3 സ്റ്റാർ. രാവിലെ നമ്മളപ്പോൾ ഉറക്കമൊക്കെ എണീറ്റ് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. ഒരു കാലം നീട്ടി വെച്ചിരിക്കുന്നുണ്ടോ, അത് പറഞ്ഞിരിക്കുന്നതാണ്. നമ്മൾ കാലം ജസ്റ്റ് തട്ടി കേട്ടോ. അപ്പോൾ അത് ചെറിയ ബാൻഡേജ് ഇട്ടേക്കാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ രാവിലെ ഒരാൾ ചൂടുവെള്ളമാക്കുന്നുണ്ട്, അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ വന്നിരിപ്പുണ്ട്. ദോശ, നമ്മുടെ ഉപ്പുമാവ്, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അവിടുത്തെ സാമ്പാർ, ചമ്മന്തി, ഇതൊക്കെ നമുക്ക് രാവിലെ വൈകുന്നേരമുള്ള ഫുഡ് പാക്കേജിനകത്തുള്ള ഫുഡാണ് കേട്ടോ. ഭാര്യയും ഭർത്താവും പനി പിടിച്ച് കിടക്കുന്നു. രണ്ടുപേരും ഇവിടെ ഗോവയിൽ റെസ്റ്റ് എടുക്കാൻ. ഇവന്മാർക്കപ്പോൾ സ്വിമ്മിംഗ് പൂളിൽ ചാടാൻ വേണ്ടി തലയിലുള്ള ക്യാപ്പൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. പിന്നെ സീ ഫുഡ് അടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങിയത്. എന്തായാലും ഗോവയിൽ വന്നിട്ട് അതെല്ലാം ഉപയോഗിച്ച് ചെയ്യാനായിട്ടുള്ളൊരു ബീച്ചുകൾ കാണാം, സീ ഫുഡ് അടിക്കുക. അപ്പോൾ നല്ല നല്ല സീ ഫുഡുള്ള സ്ഥലങ്ങൾ നോക്കി നമ്മൾ ഒരാളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയുണ്ട് എന്നൊക്കെ. ഗോവയുടെ അങ്ങേയറ്റം എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് വീടുകളില്ല, കടകളില്ല, ഒന്നുമില്ല. ഗോവയുടെ അറ്റം. ഇത് ഒരു സ്ട്രീറ്റാണ്, മറ്റേ വിഴിമൂടി ഹോസ്പിറ്റൽ ആ പാട്ടൊക്കെ നടന്ന സ്ഥലമാണ്. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ചേട്ടന്മാർ നടന്ന് വരുന്നത് കണ്ടു ഗൈസ്. മന്ദം ഗോവക്കാരന്മാർ. ഈ ലൊക്കേഷനിൽ വേറെ പ്രത്യേക കാര്യങ്ങളും കാഴ്ചകളൊന്നും ഇല്ല കേട്ടോ കാണാൻ. ഇതുപോലത്തെ ബിൽഡിങ്ങുകളുടെ വെളിയിൽ നിന്ന് കുറേ ഫോട്ടോ ഷൂട്ടിങ് എടുക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സൂര്യയുടെയും തമന്നിയോ തൃശ്ശൂരങ്ങളുള്ള വിഴിമൂടിയോസിത ആ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണെന്നാണ് പറയുന്നത്. അവിടെയാണ് കറക്റ്റ് ആ ഒരു പാട്ടിൻ്റെ സീനൊക്കെ എടുത്തേക്കെന്ന് നോക്കിയാൽ കാണാം. അപ്പോൾ അവരുടെ കുറച്ച് നമ്മുടെ വർക്കല ബീച്ചിലൊക്കെ ഉള്ള പോലെ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഉമ്മർക്ക് വാങ്ങി വിശപ്പം നടക്കാൻ വേണ്ടിയിട്ട് എടുത്തൊന്ന് കൊടുത്ത് വാങ്ങിച്ചു കൊടുത്തേ ഉള്ളൂ. ഫുൾ ഫോട്ടോ ഷൂട്ടിങ്ങുള്ള സ്ഥലങ്ങൾ മാത്രം. എല്ലാം വീട് താമസമുള്ള വീടുകളാണ്. എൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫോട്ടോഷൂട്ടിലോട്ട് അലൗഡ് എന്ന്. പക്ഷേ അവിടേക്ക് നിന്ന് തന്നെ എല്ലാവരും ഫോട്ടോ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങളും എടുത്തു. കാണാൻ പറ്റുന്നില്ല, എന്തിൻ്റെ വീടാണ് എന്തോ. കണ്ടില്ലേ, ഒരു വീടിൻ്റെ മുകളിൽ ഒരു കോഴിയുടെ പ്രതിമ നിൽക്കുന്നത്. നല്ല വെറൈറ്റി ആയിട്ടുണ്ട്. അങ്ങനെ ഞാനത് ജസ്റ്റ് സൂം ചെയ്ത് എടുത്താണ്. ഇവിടെ ചെറിയൊരു കഫേ പോലെ ഒരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെയൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഫോട്ടോ ഷൂട്ടിങ് തന്നെയാണ് അവിടെ. അത്രയും വേറെ ഒന്നുമില്ല. ഇങ്ങനെ അടുപ്പിച്ച് ബിൽഡിങ്ങുകളുണ്ട്. പക്ഷേ അവിടെ താമസക്കാരും ഞങ്ങൾ വെളിയിൽ കാണുന്നില്ല കേട്ടോ. അകത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. പുറത്തുനിന്ന് എല്ലാവരും ഇങ്ങനെ ഫോട്ടോ ഷൂട്ടിങ്ങിന് വേണ്ടി എടുക്കുന്ന സ്ഥലമായതുകൊണ്ട് ആരും അങ്ങനെ വെളിയിൽ ഇറങ്ങാത്തതായിരിക്കാം. ധ്യാനൂസും കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ്. നല്ല നല്ല വെറൈറ്റി ഇതാണ് കേട്ടോ വീടുകൾ കേട്ടോ. കാരണം ഇതൊരു വീടാണ് കേട്ടോ. എന്തോ ഒരു പാലസ് എന്ന് വീട്ടിൻ്റെ പേര് ഇരിക്കുന്നത് കണ്ടോ. ഫുള്ളും അതിലൊക്കെ നല്ല സെറ്റായിട്ടുണ്ട്. ആരും കാണാതെ വരെ ഒരു അടുത്ത് നമ്മൾ സീ ഫുഡ് തിരക്കി ദ ഫിഷ് ഹൗസ് എന്നുള്ളൊരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നു. താലി 150 രൂപ എഴുതിയിട്ടുണ്ട്. ഫുഡ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ 2-3 കാലത്ത് അബദ്ധം പറ്റി ബിരിയാണി വെച്ചിട്ട് നമ്മൾ എന്തായാലും സീ ഫുഡ് ഒരു താലി വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. 400 രൂപയാണ് ഒരു താലി. അത് പറയാതിരിക്കാൻ വയ്യ. ആര് പോയി കഴിഞ്ഞാലും ഈ ഒരു സ്പോട്ട് നോക്കി പിടിച്ച് ഗോവയിൽ പോയി ഫുഡ് കഴിക്കില്ല. വേറെ എങ്ങൊന്നും പോയി കഴിച്ച് ക്യാഷ് കളയരുത്. ഇത് 400 രൂപയ്ക്ക് വർത്ത് തന്നെയാണ്. നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. 400 രൂപയ്ക്ക്
എന്താ ഇവന്മാർക്ക് നൂഡിൽസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നൂഡിൽസ് വാങ്ങി നമ്മൾ ഒരു താലി വാങ്ങിച്ചിട്ട് നമ്മൾ 4 പേരുടെ നല്ലപോലെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട്. നല്ലത് കഴിച്ചു. പിന്നെ നമ്മൾ വേറെ കുറച്ച് റൈസും കാര്യങ്ങളും കൂടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ വീഡിയോനകത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയ ശേഷമാണ് വീഡിയോ ഒക്കെ വരുന്നത് കേട്ടോ. ഒരു വൈകുന്നേരം ആയപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് പുറത്തോട്ടൊക്കെ പോയപ്പോൾ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പ്രാർത്ഥനയ്ക്ക് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ സാധനങ്ങളൊക്കെ നട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. വേറെ ഒന്നുമില്ല അവിടെ വാങ്ങിക്കാനായിട്ട്. നട്ട്സാണ്, കാഷ്യൂ നട്ട്സാണ് അവിടെ കുറച്ച് റേറ്റ് കുറവെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി തിരിച്ചാണ്. പിന്നെ ധ്യാനൂസിൻ്റെ ഡ്രസ്സ് പോയതിൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ഡ്രസ്സ് കൂടെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചാണ്. അപ്പോൾ അവരൊന്ന് ഇടയ്ക്ക് വെച്ച് മിസ്സായി, ഇങ്ങനെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാല് വയ്യാത്തതുകൊണ്ട് പതുക്കെ വരുന്നുള്ളൂ. കാല് വേറെ പ്രശ്നമൊന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഇങ്ങനെ ഓവർടേക്ക് കയറിയ സമയത്ത് നിർത്തിയിട്ടുന്ന ഒരു സ്കൂട്ടിയുടെ ഫുഡ് ടെസ്റ്റിലൊന്ന് കയറി ഇടിച്ചാണ്. നമുക്ക് ഗോവയിലോട്ട് വരുന്ന വഴിക്ക് ധ്യാനൂസിൻ്റെ ബാഗിൽ പോയി, അശ്വതിയുടെ കാലിൽ പോയി, അവർക്ക് രണ്ടൊക്കെ നേരത്തെ തന്നെ പനിയായി. അങ്ങനെ ചെറിയ ചെറിയ ദുരനുഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും നമ്മൾ ഗോവ ട്രിപ്പ് നല്ല രീതിയിൽ അവസാനിച്ചു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് രാവിലെ ഒരു 11 മണിയാകുമ്പം ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങി കൊടുക്കണം. പക്ഷേ അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ അവിടെ നിന്ന് കഴിച്ച ഫുഡിൻ്റെ ബാക്കി കുറച്ച് വീഡിയോസ് ബാക്കിലോട്ട് ടൈപ്പ് ചെയ്താണ് കേട്ടോ. കൊഞ്ചിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ള ഒരു ഏരിയൊന്നും ഇല്ല കേട്ടോ. സ്പൈസി ഒന്നും നല്ലതും പിന്നെ കുറച്ച് റൈസും കൂടെ ഞങ്ങൾ വാങ്ങി കഴിച്ചായിരുന്നു. കാരണം ഒരു താലി കഴിച്ചുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്നും ആവത്തില്ല. കാരണം 4 വലിയ വയറുകളല്ലേ. കൊച്ചിനും കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ വാങ്ങി അതൊക്കെ കഴിച്ചിട്ട് അവർക്ക് ഞങ്ങളൊരു താലി പാഴ്സൽ വാങ്ങി വീട്ടിൽ പോയി. സീ ഫുഡ് കഴിച്ചിട്ട് വന്ന ആൾക്കാരാണ് കണ്ട. അയ്യോ 4 ദിവസമായി ഫുഡ് തിന്നിട്ടില്ല കണക്ക്. നാണം ഉണ്ടോ നിങ്ങൾക്ക്? നാണം രണ്ടുപേർക്കും നോക്കിയാണ് മറ്റേവർ കഴിച്ചോണ്ടിരുന്നത് വരെ തട്ടിപ്പറിച്ച് കഴിച്ചാണ് കൊണ്ട്. നോക്കിയാണ് ഇനി അടുത്തൊന്ന് വാങ്ങി വെച്ചേക്കാണ്. സീ ഫുഡ് തിന്ന് തൃപ്തിയായില്ലെന്ന് കൊണ്ട്. ഇതൊക്കെ എങ്ങോട്ട് പോകണം എന്നാണ് ഞാൻ നോക്കണത്. അതുകൊണ്ട് വെച്ചേക്കണ്ട തീർത്തോ. ആയിരം വിളിച്ചോ കവറോടി. അപ്പോൾ ഞങ്ങൾ രാത്രി ഒന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയാണ്. ഇവന്മാരെ കൊണ്ട് നിവർത്തിയില്ല. അങ്ങനെ ഇപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് പറക്കി അവിടെ വെച്ചിട്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങിക്കാണ്. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും തിരിച്ചങ്ങ് എത്തണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്തോ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ തോന്നുന്നു. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം എന്നിട്ട് ഞങ്ങളെ കൂട്ടാതെ രാത്രി ഒരു ക്ലബ്ബിൽ പോയിട്ട് അപ്പോൾ ഇത് ഗോവയിൽ വന്നിട്ട് ക്ലബ്ബിൽ പോയി കളിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ മോശമല്ലെന്ന് വെച്ചിട്ട് ഇവർ രാത്രി നമ്മളെല്ലാവരും ഉറങ്ങി കിടത്തിട്ട് ഒരു 3 പേരുടെ പോയതാണ് കേട്ടോ. ഞാൻ എടുക്കുന്ന വീഡിയോയിൽ നിഷാട് എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ കൂടെ ഇടുന്നതേ ഉള്ളൂ. ഗോവയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ തന്നെ ഒരു വൈബ്. അതൊക്കെ കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് രാത്രി വെളുപ്പാങ്കാലം, രാത്രിയല്ല വെളുപ്പാങ്കാലത്ത് അനീഷേട്ടന് വിശക്കുന്നു വാടി നമുക്ക് പുറത്ത് പോകാൻ. റൂമിന് തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് നോക്കി വെച്ചിട്ട് 3:30 മണിക്ക് ഫുഡിന് അറിയാം. നമ്മളെ കാണിച്ചു പോയിട്ട് 3:30 മണിക്ക് ഫുഡിന് അറിയാം. ഉറങ്ങിക്കിടന്ന് എന്നെ വിളിച്ചുണർത്തി നമ്മൾ 3 പേരും കൂടെ രാത്രി ഫുഡ് കഴിക്കാൻ പോകും. അപ്പം ഞാനൊരു കോൾഡ് കോഫി കുടിച്ച് ഇവർ രണ്ടുപേരുടെ നൂഡിൽസ് വാങ്ങിയിട്ട് രണ്ടുകൂടെ ഷെയർ ചെയ്ത് കഴിച്ചു. വിശപ്പിൻ്റെ അസുഖമുള്ള 2 വ്യക്തികളാണ് കേട്ടോ. പാവം കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ റൂമിൽ പോയി കിടന്ന് തുടങ്ങി. രാവിലെ ആയപ്പോൾ നമ്മൾ 11 മണിക്ക് അവർ വിളിക്കാനും മുന്നേ നമ്മളിവിടുന്ന് റൂം ഒഴിഞ്ഞു കൊടുക്കണം. വൈകുന്നേരം നമ്മുടെ താഴെ റിസപ്ഷൻ ഇരിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ കളിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സമയം പോകും. ജസ്റ്റ് അവന്മാരൊക്കെ അവിടെ നിന്ന് കളിച്ച് ക്യാരംസ് കളിച്ച ശേഷം ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കൂടെ കഴിച്ചിട്ട് തിരിച്ചിവിടെ തന്നെ വരണം. ഇവിടെ നിന്നാണ് നമുക്ക് പിക്കപ്പ് പറഞ്ഞേക്കുന്നത്. നമുക്കൊരു 4:15 ആകുമ്പോൾ അവരെ വണ്ടി വരും. ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷിതമായി അവരെത്തിക്കും. അപ്പോൾ അവരുടെ പാക്കേജ് ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അവരെ തന്നെ പോകുന്നൊരു 70 വരെ തന്നെ വിളിക്കുക. നല്ല പാക്കേജ് ആണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് 11 മണിയായപ്പോൾ വെക്കേറ്റ് ചെയ്ത് താഴെ വന്ന് ഗെയിംസ് സെക്ഷനിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മൾ 3:30 മണിയല്ല 6:30 മണിക്കാണ് നമുക്ക് ട്രെയിൻ. അപ്പം 6:30 മണി വരെ നമ്മൾ ഫ്രീ ആണ്. 3:30 മണിക്ക് നമുക്ക് വണ്ടി വരും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കാനായിട്ട്. അപ്പം അതുവരെ നിങ്ങൾക്ക് പരിപാടിയായിട്ട് നടക്കാം. ഫുഡ് കഴിക്കണം.
ഒരു മാളുണ്ട്. നിങ്ങൾ മാളിൽ പോകുന്നില്ലേ? ആ പോണം. ഈ കെട്ടിയവനെയും കെട്ടുകളെയും കൊണ്ടൊരു നിവർത്തിയില്ല കേട്ടോ. ഫോട്ടോ ഷൂട്ടിങ് കാണാൻ നിവർത്തിയില്ല. ആ ഫോൺ മൊത്തം കഴിയുന്നു. സ്വന്തം പെണ്ണുമ്പിള്ളേരെ ഫോട്ടോയും വീഡിയോ മാത്രമേ ഉള്ളൂ. ഞാനത് കണ്ട് ക്ഷീണിച്ച് ഞാൻ അവിടെ ഇരിക്കുകയാണ്. എല്ലാവരും ഒക്കെ ക്ഷീണിച്ചിട്ട് തിരിച്ച് പോകാറായി. ഞങ്ങൾ അങ്ങനെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെയും പോയി എന്ത് പറയാമെന്ന് വെച്ചാൽ ഫിഷ് ഫുഡ് തന്നെ പറയാമെന്ന് വെച്ചിട്ട് ഒരു ഫിഷ് ഫുഡ് അല്ല, സോറി, സീ ഫുഡ് പറഞ്ഞു. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിച്ച കണക്കല്ല, വഹിക്ക് കൊള്ളത്തില്ലായിരുന്നു. റേറ്റും കൂടുതലായിരുന്നു. 1000-ന് പുറത്തായി ഒരു താലി. പക്ഷേ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. ഐറ്റംസ് ഒക്കെ അതിലുള്ളായിരുന്നു കണക്ക് തന്നെ. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിച്ച ഫിഷ് ഹൗസിലെ ഫുഡിൻ്റെ അത്ര ആയിട്ടില്ലെന്നല്ല, അതിൻ്റെ 7 അയൽവക്കത്ത് വന്നിട്ടില്ല. എല്ലാവരും ആ ഫിഷ് ഹൗസ് എന്ന് പറഞ്ഞ സംഭവം മാപ്പിൽ അടിച്ച് നോക്കി അവിടെ തന്നെ പോയി കഴിക്കാൻ നോക്കുക കേട്ടോ. ഇതാണ് ഇവിടെ നിങ്ങൾ വാങ്ങിച്ചത്. പക്ഷേ ഐറ്റംസ് ഒക്കെ എല്ലാം ഉണ്ട്. പക്ഷേ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു. പഴകിയ ടേസ്റ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര പെരുമഴയാണ്. നമ്മൾ ഗോവ വിട്ട് പോകുന്നതിന്റെ വിലാപം വരാം. നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും കരയരുത്. അങ്ങനെ കണ്ട എക്സിക്യൂട്ടീവ് ലോഞ്ചൊക്കെയുള്ള റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അവിടുത്തെ മഡ്ഗാവിലെ. അങ്ങനെ അവിടെ ഞങ്ങളെ കൊണ്ടാക്കി നമ്മുടെ നമ്മുടെ അവന്മാർ എന്താ ട്രിപ്പ് ഏറ്റെടുത്തവന്മാർ അവരെല്ലാം കൊണ്ടാക്കിയിട്ട് പോയി. അവിടെ ഇവന്മാരിനകത്ത് ഞങ്ങൾ 2-3 മണിക്കൂർ ഡിലേ ഉള്ളതുകൊണ്ട് അവിടെ ആക്കി. അവന്മാർക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്തു. തിരിച്ച് ട്രെയിൻ വരുമ്പോൾ ഇനി വീഡിയോ എടുക്കാനുള്ളൊരു മൂഡില്ല കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഗോവയിലെ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ കൊല്ലത്തിറങ്ങിയിട്ട് പിന്നെ ബസ് പിടിക്കാനൊന്നുമില്ല. കാരണം ടൂറിസ്റ്റ് ബസ്സിലാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. അത് അവിടെ നിന്നപ്പോഴത്തേക്കും ഒരു ടൂറിസ്റ്റ് ബസ് വന്നു. അങ്ങനെ അതിൽ കയറി വീട്ടിൽ വന്നു കേട്ടോ. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് നല്ല എക്സിക്യൂട്ടീവായിട്ട് എൻ്റെ മക്കളെ വിചാരിച്ചു.